ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ പ്രശാന്ത്. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം, നമ്മുടെ നെറ്റ് പരീക്ഷ അവസാനിച്ചു അല്ലേ? ഏതാണ്ട് കുറച്ചധികം ദിവസങ്ങൾ നമ്മളെ പുതുവർഷ പുലരി തന്നെ നമ്മളെ നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു. അങ്ങനെയുള്ള നമ്മളെ നെറ്റ് പരീക്ഷ അവസാനിച്ചു. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് എന്താണ്? നമ്മളെ ഫൈനൽ ആൻസർ കീ, പ്രൊഫഷണൽ ആൻസർ കീ, അതേപോലെ തന്നെ നമ്മളെ റിസൾട്ട് എന്നീ കാര്യത്തിലേക്കാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഒരു UGC കഴിഞ്ഞ ദിവസം, അതായത് ഏതാണ്ട് കഴിഞ്ഞ ദിവസം ഇറക്കിയ ഒരു ജസ്റ്റ് ഒരു പത്രക്കുറിപ്പ് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു. നമ്മളെ നോട്ടിഫിക്കേഷൻ എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. നോക്കി, എന്താണ് UGC പറയുന്നത് നോക്കൂ. 12-ാം തീയതി, അതായത് കൃത്യമായി പറഞ്ഞാൽ 12-ാം തീയതി ഇറക്കിയതാണ്. എന്താണ് അവർ പറയുന്നത്? പ്രധാനമായിട്ടും 12-ാം തീയതി ഇറക്കിയതിൽ പറയുന്നു, ഇൻഫർമേഷൻ ഫോർ കാൻഡിഡേറ്റ് ഫോർ UGC നെറ്റ് ഡിസംബർ 2025 എക്സാമിനേഷൻ അല്ലെ. അതായത് 2025 ഡിസംബറിൽ എഴുതിയ UGC നെറ്റ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നോക്കൂ, എന്താണ്? ഏതാണ്ട് നമ്മളെ നടന്നിരിക്കുന്ന പരീക്ഷ, UGC നെറ്റ് പരീക്ഷ എക്സാമിനേഷന് കമ്പ്യൂട്ടർ ബേസ്ഡ് പരീക്ഷയായിരുന്നു. ഏതാണ്ട് 85ഓളം സബ്ജക്റ്റുകളിൽ ആണ് നടന്നിരിക്കുന്നത്. മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡേറ്റുകളിലാണ് അല്ലെ, മൾട്ടിപ്പിൾ ഡേറ്റുകളിലാണ് നടന്നിരിക്കുന്നത്. ഇവിടെ പ്രധാനമായിട്ട് വന്നിരിക്കുന്നത് നോക്കൂ, ഇവിടെ നമ്മളെ UGC എക്സാമിനേഷന്റെ എന്താണ് പ്രൊഫഷണൽ ആൻസർ കീ നോക്കൂ. കാൻഡിഡേറ്റ് ആർ ഹിയർ ബൈ ഇൻഫോംഡ് ദാറ്റ് ദി പ്രൊഫഷണൽ ആൻസർ കീ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് റെക്കോർഡ് റെസ്പോൺസ് ഫോർ ദി UGC നെറ്റ് ഡിസംബർ 2025 എക്സാമിനേഷൻ വിൽ ബി മെയ്ഡ് അവൈലബിൾ ബൈ 15th January 2016 അല്ലെ. അതായത് നമ്മൾ എഴുതിയ അല്ലെ പ്രൊഫഷണൽ ആൻസർ കീ, അതായത് നമ്മൾ എഴുതിയത് നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ, അതേപോലെ നമ്മൾ റെക്കോർഡായിട്ട് റെസ്പോൺസ് ചെയ്ത ആൻസർ കീയുടെ പ്രൊഫഷണൽ ആൻസർ കീ അവിടെ എപ്പോൾ വരുന്നാണ് പറയുന്നത്? 2026 ജനുവരി 15-ാം തീയതി NTA ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വരും എന്നാണ് ഇപ്പൊ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അല്ലെ. ഓക്കെ, ദെൻ in the larger interest of candidate, upon display of the professional answer key, candidate will be able to view the question paper along with their record response and will be provided an opportunity to submit representations as per the prescribed process within the notified schedule അല്ലെ. അവിടെ എന്തിട്ട് അവർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ, അതുപോലെ അവരുടെ റെസ്പോൺസ് എന്നീ കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യും, അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. കൂടാതെ നോക്കൂ, all representations received during the notified period will be examined by subject expert and the final answer and result will be prepared accordingly അല്ലെ. ഈ ഒരു സമയത്ത് നമുക്ക് ചലഞ്ചിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് എങ്ങനെയാണ് മറ്റു കാര്യങ്ങൾ, അതായത് ചലഞ്ചിങ് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. ആ സമയത്ത് എങ്ങനെയാണെന്നുള്ളതിന്റെ ഒരു ഡെമോ സെഷൻ നമുക്ക് എന്ത് ചെയ്യാം, തരാൻ പറ്റുന്നതാണ്. അതിനുശേഷം നമുക്ക് അവിടെ എന്ത് ചെയ്യും, അതിലുള്ള മാറ്റങ്ങളൊക്കെ കണ്ടുകൊണ്ട് അല്ലെ മാറ്റങ്ങളൊക്കെ തിരുത്തിക്കൊണ്ട് പ്രോപ്പർ ആയിട്ടും ഒരു ഫൈനൽ ആൻസർ കീ അധികം വൈകാതെ തന്നെ നമ്മളെ NTA അല്ലെങ്കിൽ UGC നെറ്റിലെ NTA ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 15-ാം തീയതി ആകുമ്പോൾ കാത്തിരിക്കാം. നമ്മൾ എഴുതിയത്, നമ്മളെ കറക്റ്റായ ആൻസർ ഏതൊക്കെയാണ് നമ്മൾ എഴുതിയതെന്ന് മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ടും, അതേപോലെ കറക്റ്റ് ആൻസർ കീ ഏതാണെന്ന് വരാനും അല്ലെ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട് അല്ലെ. അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഏതാണ്ട് അറൗണ്ട് ഒരു രൂപം മനസ്സിലാവും, എത്രത്തോളം മാർക്ക് കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും അല്ലെ. അതിനുശേഷം അവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ കീ, ഫൈനൽ ആൻസർ കീ വരും. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുക. നിങ്ങൾ എഴുതിയ പരീക്ഷയുടെ നിങ്ങൾ ഏതൊക്കെയാണ് അവിടെ എഴുതിയത്, അവിടെ ഉത്തരങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ തിരിച്ചറിയാനുള്ള ദിവസം നിങ്ങളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു. അതിനനുബന്ധമായിക്കൊണ്ട് നിങ്ങളുടെ റിസൾട്ടും വരും അല്ലെ. അപ്പോൾ ഇനി നമുക്ക് കാത്തിരിക്കുന്നത് നമ്മൾ റിസൾട്ടിലേക്കാണ്. അപ്പൊ റിസൾട്ടിൽ പലർക്കും നല്ല വിജയം അല്ലെ, വമ്പൻ വിജയം നിങ്ങളെ മുന്നിലേക്ക് ഉണ്ടായേക്കാം. മറ്റു ചിലർ ചിലപ്പോൾ ഒന്ന് കാലിടറി പോയേക്കാം. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളെ എന്നും സഹായിക്കാൻ നമ്മളെ CC നിങ്ങളെ കൂടെ ഉണ്ട്. നമ്മുടെ പേപ്പർ 1, അതുകൂടാതെ പേപ്പർ 2 നമുക്കറിയാം അല്ലെ, UGC നെറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പേപ്പർ 1ഉം പേപ്പർ 2ഉം നമ്മൾ അടുത്ത പരീക്ഷ അല്ലെ, ജൂൺ മാസത്തിലെ നമ്മളെ നെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഇപ്പോഴേ പ്രിപ്പറേഷൻ തുടങ്ങുകയാണ്. പ്രധാനമായിട്ടും കൊമേഴ്സ്, ഇംഗ്ലീഷ്, മലയാളം, എക്കണോമിക്സ്, മാനേജ്മെന്റ് എന്നീ സബ്ജക്റ്റുകളുടെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോച്ചിങ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് 2026 വരുന്ന നെറ്റ് പരീക്ഷ നമുക്ക് ക്രാക്ക് ചെയ്യാം. എല്ലാവർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ. അതിനുള്ള പ്രിപ്പറേഷൻ നമുക്ക് ഇപ്പോഴേ തുടങ്ങാം. കറക്റ്റ് ആയിട്ടുള്ള വേയിലൂടെ ലൈവ് റെക്കോർഡുകൾ എടുത്തുകൊണ്ട്, അവിടെ റിവിഷൻ ചെയ്തുകൊണ്ട്, പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ നടത്തിക്കൊണ്ട്, പ്രോപ്പർ വേയിൽ പഠിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിലൊരു പ്ലാൻ ചെയ്തുകൊണ്ട് വരാനിരിക്കുന്ന പരീക്ഷയെ നമുക്ക് മുൻനിർത്തിക്കൊണ്ട് പഠിക്കാം, നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ നമ്മളെ ഏറ്റവും പുതിയ ബാച്ച് JRF വിക്ടറി ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും നമ്മളെ ബോർഡ് നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഈ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ബോർഡ് നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബോർഡ് നമ്പർ ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പ് അല്ലേ, നമ്മളെ ഫ്രീ ഗ്രൂപ്പിന്റെ ഡാറ്റയുടെ അല്ലെങ്കിൽ ഫ്രീ ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കൂടാതെ നമ്മൾ UGC നെറ്റുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസം നമുക്കറിയാം നമ്മുടെ പുതിയ ആൻസർ ക്യൂം കൂടാതെ ഡെമോയൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതുപോലെ ചലഞ്ച് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് നമുക്കൊരു വീഡിയോയിൽ കൂടെ അടുത്തതായിട്ട് വീണ്ടും കാണാം. അതുവരെ ഇപ്പം നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.